നിങ്ങൾ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിന്റിന്റെ അവസാനം ചില പണി കിട്ടിയ അവസ്ഥകൾ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. പെയിന്റിങ്ങിന്റെ കോട്ടിംഗ് ഒക്കെ അടിച്ച് ക്ലിയർ കോട്ട് അടിച്ച് പോളിഷ് ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തത്. നിങ്ങൾ ഈ പിക്ചറിലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പെയിന്റിന്റെ സ്മൂത്ത്നെസ് അവിടെ തീയില്ല, ഒരു റഫായിട്ടാണ് ആ ബോഡിയുടെ പാർട്ട് ഇരിക്കുന്നത്. ഇങ്ങനെ പലപ്പോഴും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം. നിങ്ങൾക്കിത് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതാ അടുത്ത ഒരു പിക്ചറുണ്ട്. ഈ പിക്ചറിൽ നോക്കുക. ഇതിൻ്റെ ആ ലൈറ്റ് ക്ലിയർ ചെയ്യുന്ന ആ ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ നോക്കുക. ക്ലിയറായിട്ട് കാണാൻ പറ്റും ആ പെയിന്റിന്റെ സ്മൂത്ത്നെസ് അവിടെ ഇല്ലാതെ ഇരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഇത്തരം അവസ്ഥ പലപ്പോഴും നിങ്ങൾ നേരിട്ടുണ്ടാവും. ഇതിനെപ്പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. തുടർന്നുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർഫസ് സ്മൂത്ത് അല്ലാത്ത രണ്ട് പിക്ചർ ഞാൻ കാണിക്കുകയുണ്ടായി. ഇത് രണ്ടിലും പിടികിട്ടിയിട്ടുള്ളവർ വീണ്ടും നമ്മൾ ഓറഞ്ചിന്റെ ഒരു തൊലിയാണ് കാണുന്നത്. ഓറഞ്ചിന്റെ നല്ല ഓറഞ്ച് നിറമാണ്. എന്നാൽ ആ തൊലിയുടെ പുറത്തുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ ആ സർഫസ് അല്ലെങ്കിൽ ഒട്ടും സ്മൂത്ത് അല്ലാത്ത ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ കുഴികൾ പോലെ ചെറിയ അൺഈവൻസ് ഇതിന്റെ പുറത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ആ പിക്ചർ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ പിക്ചർ ആ ലൈറ്റിന്റെ ഭാഗത്ത് കറക്റ്റായിട്ട് നോക്കുക. ആ ഓറഞ്ചിന്റെ തൊലിയുടെ പുറത്ത് കണ്ട അതേപോലെ ഒരു പ്രതിഭാസം നമ്മളുടെ ഈ പാനലിന്റെ പുറത്ത് കാണാവുന്നതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഓറഞ്ച് പീൽ എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഓർക്കുക, പെയിന്റിംഗ് പ്രോസസ്സിൽ ഓറഞ്ച് പീൽ എന്ന് പറയുന്ന പ്രതിഭാസം ഇതാണ്. അതായത് നമ്മൾ പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ ചില സർഫസിന്റെ ഭാഗങ്ങൾ സ്മൂത്ത് അല്ലാതെ കാണുക എന്നുള്ളതാണ്. ഇതിനിങ്ങനെ പേര് വരാനുള്ള കാരണം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് ഓറഞ്ചിന്റെ തൊലി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒറ്റവാക്കി പറഞ്ഞ ഇംപ്രോപ്പർ പെയിന്റിംഗ് ടെക്നിക്ക് ഇത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അതായത് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോഴുള്ള എയർ പ്രഷർ, ഗണ്ണിലെ എയർ പ്രഷർ കറക്റ്റ് സെറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തിന്നറിന്റെ അളവ് കറക്റ്റ് അല്ലാതിരിക്കുക, തിന്നർ പെട്ടെന്ന് ഇവാപറേറ്റർ ആയി പോവുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ ഓറഞ്ച് പീലിംഗ് സംഭവിക്കുന്നത്. ഈ പെയിന്റ് ഗൺ സെറ്റിങ്ങിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഒന്ന് എയർ പ്രഷർ കുറച്ച് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നോസിലിന്റെ ടിപ്പ് സെലക്ട് ചെയ്ത് കറക്റ്റ് ടിപ്പ് സെലക്ട് ചെയ്തിരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഓറഞ്ച് പീലിലേക്ക് ഇത് നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പെയിന്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഗണ്ണ പിടിക്കേണ്ടത് നേരെ പെർപെൻഡിക്കുലറാണ്, 90 ഡിഗ്രിയിലാണ്. എന്നാൽ ഏതെങ്കിലും ആംഗിളിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓറഞ്ച് പീലിലേക്ക് നയിച്ചേക്കാം. സർഫസ് അൺഈവൻ ആയതുകൊണ്ട് തന്നെ പല ആംഗിളിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾ ചില ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓറഞ്ച് പീലിംഗ് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ സർഫസിൽ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ഒരു അൺഈവൻനെസ് ഫീൽ ചെയ്തില്ലെങ്കിലും ചില ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് അൺഈവൻനെസ് ഫീൽ ചെയ്യാനുള്ള കാര്യം ഈ റൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന പ്രതിഭാസം കൊണ്ടാണ്. എന്തായാലും പണി കിട്ടി. ഇനിയിപ്പോൾ നമുക്കിത് സോൾവ് ചെയ്തേ പറ്റൂ. നമുക്കിത് രണ്ടാമത് പെയിന്റ് അടിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പെയിന്റ് അടിക്കാതെ തന്നെ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇങ്ങനെ ഒരു പാനൽ നമ്മളുടെ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ 1500 ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വെറ്റ് സാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് പോർഷനിലാണോ നമ്മുടെ ഓറഞ്ച് പീൽ കണ്ടത് ആ പോർഷൻ അല്ലെങ്കിൽ ആ പാനൽ നമ്മൾ മുഴുവനായി തന്നെ ഒരു 1500 ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം വെറ്റ് സാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ഹാർഡായിട്ട് ചെയ്യണമെന്നില്ല, വെറ്റ് സാൻഡിങ് ആണ്. കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾക്കൊരു ചെറിയ ചേഞ്ച് അവിടെ ഫീൽ ചെയ്യുന്നതാണ്. കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ആ പാനലിലുള്ള ഗ്ലേസിങ് അല്പം കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വീണ്ടും പാനൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും 2000 ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വീണ്ടും ഒന്നുകൂടെ സാൻഡ് ചെയ്യുക. ഈ 2000 ഗ്രിറ്റ് സാൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ 1500 വിട്ട് നല്ലവണ്ണം ചെയ്താണ്. അതുകൊണ്ട് തന്നെ 2000 വിട്ട് അധികം നേരം വിട്ട് സാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് നേരം ചെയ്താൽ മതിയാവും. സർഫസ് ഏകദേശം സ്മൂത്ത് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം പറ്റുമെങ്കിൽ നമുക്ക് 3000 ഗ്രിറ്റ് സാൻഡ് പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് വെച്ചും ഒന്ന് വെറ്റ് സാൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം അടുത്ത പടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെയിന്റിങ് ചെയ്യുന്ന പോലെ റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, പോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമ്മളുടെ കോമ്പൗണ്ട് ഏതാണോ ആ കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ട് പോളിഷിംഗ് മെഷീനിൽ അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ മെഷീൻ ഒരു 1500 RPM പതിയെ ഈ ബോഡി മുഴുവൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോളിഷ് ചെയ്യുക. ഇങ്ങനെ ഇത് ഒരു തവണ ഫുള്ളായിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇതേ റബ്ബിംഗ് കോമ്പൗണ്ട് തന്നെ അപ്ലൈ ചെയ്ത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ പോളിഷ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു 2 തവണ നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം
അത് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും വാക്സ് അപ്ലൈ ചെയ്യുക. വാക്സ് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പ്രൊസീജിയർ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ്. വാക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെഷീൻ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഇത് ഡ്രൈ ആവാൻ വേണ്ടി വിടുക. ഡ്രൈ ആയ ശേഷം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കവിടെ ആ ഓറഞ്ച് പീലിങ്ങിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ടും മാറിയതായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ എത്ര ഈസി ആയിട്ട് തോന്നിയെങ്കിലും ചെയ്യുമ്പോൾ അത്ര ഈസി ആണെന്നില്ല. കാരണം ബൈ എക്സ്പീരിയൻസ് ആണ് ഇത് നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് മാറുക. കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ കുറേ കേസുകൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതൊരു ടെക്നിക്ക് പെട്ടെന്ന് പിടികിട്ടുകയും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത്ര ഓറഞ്ച് പീൽ കേസുകൾ എന്നാൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞ ഈ പ്രൊസീജിയർ പ്രകാരം ചെയ്യുക, നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. ഇനി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വെറ്റ് സാൻഡ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന് പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടി നമ്മൾ ഫാസ്റ്റ് കട്ട് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ വെറ്റ് സാൻഡിങ് ചെയ്യുന്ന ആ സ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഫാസ്റ്റ് കട്ട് കോമ്പൗണ്ട് എങ്ങനെയാണോ റബ്ബ് ചെയ്യുക ആ രീതിയിൽ തന്നെ റബ്ബ് ചെയ്ത് മെഷീൻ ഉപയോഗിച്ച് തന്നെ പോളിഷ് ചെയ്ത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം നമ്മൾ ക്ലിയർ അടിച്ച് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പോളിഷിംഗ് മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക. ഒരിക്കലും അതിൻ്റെ എഡ്ജസ്റ്റിലെ ക്ലിയർ ഒന്നും കട്ടാവാതെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഫാസ്റ്റ് കട്ട് കോമ്പൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ വാക്സ് ഉപയോഗിച്ച് തന്നെ വാക്സ് കോട്ടിങ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓറഞ്ച് പീലിംഗ് എന്ന പ്രോബ്ലത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്നതാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എയർ പ്രഷർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോസിൽ ടിപ്പ് ഏതാണ് കറക്റ്റ് അത് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കറക്റ്റ് ആംഗിളിൽ തന്നെ പെയിൻറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ഈ ഓറഞ്ച് പീലിംഗ് ഉണ്ടാവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ്. ഓറഞ്ച് പീലിങ്ങിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെയിന്റിംഗ് പ്രോസസ്സിലെ മറ്റ് വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.